തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മധ്യ കേരളത്തിലും പ്രധാന സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഊർജിതമാക്കി. അവധി ദിനത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഇടത് സ്ഥാനാർത്ഥികൾ മൂന്നാം ഘട്ടത്തിലേക്കും UDF സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്കും കടന്നു. അവധി ദിനത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം സ്ഥാനാർത്ഥികളുടെയും പര്യടനം. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നാട്ടിക, ഒല്ലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ വിവിധ ആരാധനാ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. കണ്ടാണശ്ശേരി, ചൂണ്ടൽ, പാവറട്ടി മേഖലകളിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പ്രചരണത്തിനെത്തി. മലയോര പ്രദേശമായ അതിരപ്പള്ളി മലക്കപ്പാറ പ്രദേശത്തായിരുന്നു ചാലക്കുടിയിലെ ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെ ഇന്നത്തെ പര്യടനം. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കയ്പമംഗലം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ സ്വന്തം തട്ടകമായ പറവൂരിലായിരുന്നു ഇന്നും പ്രചരണം. തൃപ്പൂണിത്തുറ, കളമശ്ശേരി ഭാഗങ്ങളിൽ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പര്യടനം നടത്തി. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫ് ഹരിപ്പാട് മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചില കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മണ്ഡലത്തിൽ ഇന്ന് പ്രചരണ രംഗത്തുണ്ടായിരുന്നില്ല. ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് അസംബ്ലി നിയോജകമണ്ഡലം കൺവെൻഷനുകളുടെ തിരക്കിലായിരുന്നു. മൂന്നാർ, വണ്ടിപ്പെരിയാർ, നെടുങ്കണ്ടം എന്നീ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളിൽ സ്ഥാനാർത്ഥി പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തൊടുപുഴ മാർത്തോമ പള്ളിയിൽ നിന്നും രാവിലെ പ്രചരണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം കട്ടപ്പനയിലായിരുന്നു പ്രചരണം. മാവേലിക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാർ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്നും രാവിലെ പ്രചരണം തുടങ്ങി. UDF സ്ഥാനാർത്ഥി കുട്ടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മേഖലയിലായിരുന്നു. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ കോട്ടയം, ഏറ്റുമാനൂർ നിയോജകമണ്ഡലങ്ങളിൽ രാവിലെ സൗഹൃദ സന്ദർശനം നടത്തി. തുടർന്ന് എലിക്കുളം, മീനച്ചിൽ മണ്ഡലം കൺവെൻഷനുകളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പാല കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രചരണം. കൈരളി ന്യൂസ്, കൊച്ചി.